നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വലിയ ഒരു ബെയർ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് പേരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് പാനിക് ആയിക്കൊണ്ട് പല കോയിൻസും സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഇനി ബിറ്റ് കോയിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് പോകുന്നത്, അതോടൊപ്പം തന്നെ ഓൾട്ട് കോയിൻസും ഏത് രീതിയിലാണ് ഇനി പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാനായിട്ട് താല്പര്യമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ബിറ്റ് കോയിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഒരു ഭൂരിഭാഗം ഓൾട്ട് കോയിൻസും പെർഫോം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ബിറ്റ് കോയിൻ ഏത് രീതിയിലായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും ലോങ് ടേമിൽ നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ ഷോർട്ട് ടേമിൽ നമ്മൾ അത്യാവശ്യം തന്നെ പേടിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു 4 hour ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. നമുക്ക് 4 hour ടൈം ഫ്രെയിമിലെയും അതുപോലെ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിമിലെയും ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 4 hour ടൈം ഫ്രെയിമിൽ തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം പേടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രതീക്ഷകൾ തരുന്ന ഒരു ലോങ് ടൈമിലേക്ക് പ്രതീക്ഷകൾ തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 4 hour ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ഒരു ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ ആണ്. ഓക്കെ, ഈ രീതിയിൽ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രൈസ് ഈ ട്രെൻഡ് ലൈൻസിൽ ഓരോ തവണയും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. സോ നമുക്ക് ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ല, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ താഴേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ ബിറ്റ് കോയിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഒരു മൂവ്മെൻറ്റ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു മൂവ്മെൻറ്റ് താഴോട്ടാണെങ്കിൽ എത്രത്തോളം ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേണിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം. അതായത് ഇവിടെ മുതലാണ് ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണ്. ആൻഡ് ആ ഒരു ഡിസ്റ്റൻസ് തന്നെ നമ്മൾ താഴേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം ഒരു 20K എന്ന് പറയുന്ന പ്രൈസിലേക്ക് ബിറ്റ് കോയിൻ ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേണിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 20K എന്ന് പറയുന്ന പ്രൈസിലേക്ക് ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ 20K എന്ന് പറയുന്ന പ്രൈസ് നമുക്കറിയാം 2018 ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഒരു പ്രൈസാണ് ഈ 20K എന്ന് പറയുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള, അതായത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നീട് വരുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു 20K എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ 4 hour ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ പ്രൈസ് ഈ രീതിയിൽ ഇറങ്ങി വരാനായിട്ട് സാധ്യത നമുക്ക് ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ കൂടെ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൂളിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാർട്ടിൽ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഫിബൊനാച്ചി ടൂൾ കാണാം. നമ്മളതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കാണാം. ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇതൊരു ഗോൾഡൻ ഏരിയ ആണ്. ഈ ഒരു ഗോൾഡൻ ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടുമ്പോഴാണ് പ്രൈസ് മുകളിലോട്ടായാലും അതുപോലെ തന്നെ താഴോട്ടായാലും പോകാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്ന് പ്രൈസിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 0.217 എന്ന് പറയുന്ന ഈ ഒരു ലെവലായിരിക്കും. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടിയിൽ കിടക്കുന്ന 0.62 എന്ന് പറയുന്ന ഈ ഒരു ലെവലും എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു 0.217 എന്ന് പറയുന്ന ലെവലിനും 0.62 എന്ന് പറയുന്ന ലെവലിനും ഇടയിലായിരിക്കും നമ്മൾ നമ്മുടെ ടാർഗറ്റ് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു 0.217 വരെയെങ്കിലും ഒരു പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യത നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 20 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളും പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു 0.217 എന്ന് പറയുന്ന ലെവലായിട്ടുള്ള ഒരു 20 അല്ലെങ്കിൽ 21K വരെ നമുക്ക് പ്രൈസ് ഇറങ്ങി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് 4 hour ടൈം ഫ്രെയിമിൽ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഇനി ഞാൻ നേരെ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയതിന് ശേഷം ഞാൻ ഈ ലൈൻസ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മൊമെൻറ്റത്തിൻ്റെ കാര്യമാണ്. അതായത് എത്രത്തോളം മൊമെൻറ്റം ഇവിടെ വരുന്നുണ്ട്, അതായത് മൊമെൻറ്റം കുറവാണോ കൂടുതലാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് MACD ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ MACD ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. MACD ഇൻഡിക്കേറ്ററിൽ നമുക്ക് ഈ ഹിസ്റ്റോഗ്രാം മാത്രം മതി. ഇതിൻ്റെ ലൈൻസും കാര്യങ്ങളൊന്നും വേണ്ട. MACD ലൈനും സിഗ്നൽ ലൈനും ഒന്നും വേണ്ട.
നമുക്ക് ഹിസ്റ്റോഗ്രാം മാത്രം മതി മൊമെൻറ്റം നോക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ പഴയ കാലത്തിലേക്ക് വരികയാണ്, അതായത് 2014 എന്ന് പറയുന്ന 2013-14 കാലഘട്ടത്തിലേക്ക് ഞാൻ വരികയാണ്. നമുക്ക് ആ ഒരു സമയത്തെ ക്രാഷിൻ്റെ സമയത്ത് ഏത് രീതിയിലാണ് ഇവിടെ മൊമെൻറ്റം ആക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഈ രീതിയിൽ ഇവിടെ ഒരു ക്രാഷ് സംഭവിക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ മൊമെൻറ്റവും ഡിക്രീസ് ആയിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ മൊമെൻറ്റവും അതിനനുസരിച്ച് കുറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു ക്രാഷിൻ്റെ എൻഡിലേക്ക് എത്തും തോറും ഇവിടെ മൊമെൻറ്റം വളരെ ചെറിയ രീതിയിൽ, വളരെ വല്ലാതെ കുറഞ്ഞിട്ട് ചെറിയ ഒരു രീതിയിൽ നമുക്കിവിടെ ഹിസ്റ്റോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ മൊമെൻറ്റം ഉണ്ടായിരുന്നു. ദെൻ അത് പതുക്കെ കുറഞ്ഞ് ആ ഒരു ക്രാഷിൻ്റെ എൻഡിലെത്തിയപ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള ഒരു മൊമെൻറ്റം മാത്രമേ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ദെൻ അതിന് ശേഷമാണ് ഈ രീതിയിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം 2018 ക്രാഷിൻ്റെ സമയത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നത് ഈ രീതിയിൽ മൊമെൻറ്റം വളരെ ചെറിയ രീതിയിൽ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ്. അതായത് ക്രാഷിൻ്റെ എൻഡിലെത്തും തോറും, അതായത് ആ ഒരു ബെയർ മാർക്കറ്റിൻ്റെ എൻഡിലെത്തും തോറും മൊമെൻറ്റം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് നമ്മുടെ ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 2021 ഈ ഒരു ക്രാഷ് 2022 ഈ ഒരു ക്രാഷ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മൊമെൻറ്റം ഈ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു ക്രാഷിൻ്റെ എൻഡിലെത്തിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അടുത്തായിട്ട് നല്ല രീതിയിലുള്ളൊരു ബൈയിങ് മൊമെൻറ്റം അവിടെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഗ്രീൻ ബാൾസ് ഇവിടെ മാഗ്ഡിയിൽ കയറി വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ല രീതിയിലുള്ള എൻട്രി എടുക്കാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് സെല്ലിംഗ് മൊമെൻറ്റം അവിടെ കുറഞ്ഞു വരികയും ബൈയിങ് മൊമെൻറ്റം കയറി വരികയുമാണ് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു മാഗ്ഡിയിൽ, ഈ വീക്ക്ലി ടൈം ഫ്രെയിമിലെ മാഗ്ഡി ഇൻഡിക്കേറ്ററിൽ ഈ ഹിസ്റ്റോഗ്രാമിൽ ഒരു ഗ്രീൻ ബാർ, നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ബാർ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും നമ്മൾ നല്ല രീതിയിലുള്ള ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത്. ലോങ് ടൈമിലേക്ക് നമുക്ക് നല്ല രീതിയിൽ പ്രതീക്ഷകൾ തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, നമുക്ക് ചാർട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തണം. അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോ കാണാം.